സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ സമരത്തിൽ വലഞ്ഞ ജനം. തിരുവനന്തപുരം, കളമശ്ശേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ OP ബഹിഷ്കരണം ബാധിച്ചു. അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെച്ചുള്ള സമരവും തുടങ്ങിയിട്ടുണ്ട്. രോഗികൾ വന്ന ഡോക്ടർമാരില്ലെങ്കിൽ ഇപ്പം കണിഞ്ഞോവില്ലേ? ഞങ്ങളെ പോലുള്ളവർ കണിയില്ല തന്നെ. ഗവൺമെൻറ് ആസ്പത്രി അല്ലാതെ ഞങ്ങൾക്ക് വേറെ ആശ്രയമില്ലല്ലോ. ആ ഡോക്ടർമാർ സമരത്തിലായി ഞങ്ങൾ എന്ത് ചെയ്യും? അലക്സ് റാം മുഹമ്മദും അജി കുഞ്ഞുമോനും ഏറ്റവും പുതിയ വിവരങ്ങൾ ചേരുന്നു. അലക്സിലേക്കാണ് ആദ്യം. അലക്സ്, നമ്മൾ രാവിലെ തന്നെ നീണ്ട നിര OP-യിൽ രോഗികളുടെ നീണ്ട നിര നമ്മൾ കണ്ടതാണ്. രാവിലെ തന്നെ 7 മണി മുതൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സങ്കീർണമാണ് പ്രശ്നങ്ങൾ. അലക്സ്, ഹാഷ്മി, നിസ്സംശയം പറയാം. അതായത് ഈ പ്രശ്നം, ഈ സമരം ഒത്തുതീർപ്പാക്കിയില്ല എങ്കിൽ അത് ബാധിക്കുന്നത് സാധാരണക്കാരായ പൊതുജനങ്ങളെ ആകും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ സമരം ആരംഭിച്ചതാണ്. വിവിധ ഘട്ടങ്ങളിൽ ആരോഗ്യവകുപ്പും അതുപോലെ ധനകാര്യ വകുപ്പും ഒക്കെയായി ചർച്ച നടത്തി അവരുടെ വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കുകയും ചെയ്തു. എൻട്രി കാഡർ വിഷയമൊക്കെ പരിഹരിച്ച് അതിന് ഉത്തരവ് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നൽകണമെന്നുള്ളതാണ്. അതിലൊരു തീരുമാനമാകാതെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഉറപ്പുകൾ അത് ഒരാഴ്ച പിന്നിടുമ്പോൾ അതിൽ തീരുമാനമാകാമെന്ന് ഉറപ്പ് പറയുന്നു. പക്ഷേ ആ ഉറപ്പ് പാലിക്കുന്നില്ല. അതാണ് അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നമെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമരം അവർ കടുപ്പിച്ച് തുടരുന്നത്. അവർ കഴിഞ്ഞ 4 ദിവസമായി അനിശ്ചിതകാലത്തേക്ക് OP ബഹിഷ്കരണം തുടരുന്നു, അധ്യാപന ബഹിഷ്കരണം തുടരുന്നു. നമുക്കറിയാം, സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ എന്ന് പറയുമ്പോൾ അവർ അധ്യാപകർ കൂടിയാണ്. അവർ അധ്യാപനം മുടക്കിയാൽ സ്വാഭാവികമായി അത് ബാധിക്കുക കുട്ടികളെ കൂടിയാണ്. MBBS-ഉം PG-യും പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൂടിയാണ് അത് ബാധിക്കുക. ഇന്ന് മുതൽ അവർ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ കൂടി മുടക്കുന്നുണ്ട്. അങ്ങനെ ആ ബഹിഷ്കരണം കൂടി തുടരുന്നുണ്ടെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണം നോക്കുക ഹാഷ്മി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരവധിയായ ആളുകൾ എത്തുന്നുണ്ട്. രാവിലെ 6 മണിക്ക് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ OP കൗണ്ടർ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. OP കൗണ്ടർ നിറഞ്ഞു നിന്ന ആളുകൾ ആശ്രയിക്കുന്നത് PG ഡോക്ടർമാരെയാണ്, ഹൗസ് സർജന്മാരെയാണ്, അല്ലെങ്കിൽ ജൂനിയർ റെസിഡന്റുമാരെയാണ് ആശ്രയിക്കുന്നത്. ഇതിന്റെ പ്രശ്നം ഈ ആളുകൾ, ഈ രോഗികൾ യഥാർത്ഥത്തിൽ കണ്ട് അവരുടെ രോഗം പരിഹരിക്കേണ്ട സീനിയർ ഡോക്ടർമാർ ഇവിടെ ഇല്ല. അത്തരം സേവനങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രശ്നം. അത് കുറേ നാളുകളായി മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് തുടരുന്നുണ്ട്. അതിപ്പോഴും തുടരുന്നു. അത് ഈ വിഷയം പരിഹരിച്ചില്ല എങ്കിൽ അത് അനിശ്ചിതകാലമായി തന്നെ അത്തരത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതങ്ങനെ കൂടിത്തന്നെ നിൽക്കും എന്നുള്ളതാണ് കാര്യം. PG ഡോക്ടർമാരെ വെച്ച്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, PG ഡോക്ടർമാരെ വെച്ചാണ് തൽക്കാലം മെഡിക്കൽ കോളേജുകളുടെ ഈ പ്രവർത്തനം മുന്നോട്ട് സർക്കാർ കൊണ്ടുപോകുന്നത്. ഇന്നലെ PG ഡോക്ടർമാർ അവരും ഇന്ന് OP ബഹിഷ്കരിക്കുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അടിയന്തര പ്രാധാന്യത്തോടു കൂടി അവരുമായി ചർച്ച നടത്തി ആ വിഷയം താൽക്കാലികമായി പരിഹരിക്കുന്നതിന് സർക്കാർ ശ്രമം നടത്തി. അതുകൊണ്ട് ഇന്ന് മെഡിക്കൽ കോളേജുകളിൽ PG ഡോക്ടർമാരുണ്ട്. അതുകൊണ്ട് ഈ വന്നു പോകുന്ന രോഗികൾക്ക് തൽക്കാലം ഡോക്ടേഴ്സിനെ കണ്ടുമടങ്ങാം. പക്ഷേ വിദഗ്ധ ചികിത്സ വേണ്ടവർക്ക് ഡോക്ടർമാരെ കാണാനാകുന്നില്ല. അത്തരത്തിൽ വിദഗ്ധ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ള പരാതി കൂടി നിലനിൽക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ടോ? ഓ, കണ്ട്. സമരമാണെന്ന് അറിഞ്ഞിരുന്നു. വന്നാർക്കാ OP-യിൽ ഡോക്ടറുണ്ട്. ഞാൻ 127 ആയിരുന്നു. എനിക്ക് ഡോക്ടർ നമ്പർ തന്ന് കയറ്റി. സമരമാണെന്ന് അറിഞ്ഞിരുന്നു. ഡോക്ടർമാരുടെ സമരമാണെന്ന് ഇല്ല ഇവിടെ വന്നാർക്കാ. സീനിയർ ഡോക്ടർമാരെ കാണാൻ പറ്റിയോ? ഓ, പറ്റി. എനിക്ക് എന്നും കാണുന്ന ഡോക്ടർമാരെ ഇവിടെ വന്ന് കണ്ട്. പറഞ്ഞു ഇനി എന്ന് വരണമെന്നാ പറഞ്ഞത്? ഇനി ഇപ്പൊ 4-ാം മാസം കണ്ട വരണമെന്ന് പറഞ്ഞു. ഡേറ്റ് ഇട്ട് വന്നു. തിരക്കുണ്ട് മോൾ OP-യിൽ? വലിയ തിരക്കില്ല. കയറിക്കൊണ്ടിരിക്കുന്നവരെ OP-യിലേക്കും കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ശരി. അത്തരത്തിൽ ആളുകളാണ് പ്രതികരിക്കുന്നത്. KGMCTയുടെ നേതൃത്വത്തിലാണ് സമരം നടക്കുന്നത്. ഇതിൽ മറ്റു സംഘടനകൾ, അതായത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടേഴ്സിന്റെ മറ്റു സംഘടനകൾ കൂടിയുണ്ട്. അത് KGM-PTA പോലുള്ള സംഘടനകളുണ്ട്. അവർ ഒരു കാലത്ത് ഈ സമരത്തെ അനുകൂലിക്കുന്നില്ല. അവർ നേരത്തെയും നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ സമരത്തിനൊപ്പമല്ല അവർ എന്നത്. കാരണം ഇത് നിയമപരമായി പരിഹരിക്കേണ്ട വിഷയമാണെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. KGM-PTA അടക്കമുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ KGM-CTA ഉറച്ചു നിൽക്കുന്നത് നിയമപരമായ പ്രശ്നമല്ല എന്നത് ധനവകുപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ആരോഗ്യവകുപ്പ് ഇത്തരത്തിൽ പിടിവാശി കാണിക്കുന്നതെന്നാണ് KGM-CTA വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ ഒരു വലിയ ഭൂരിപക്ഷം വരുന്ന ഡോക്ടേഴ്സും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടേഴ്സും KGM-CTയുടെ സംഘടനാ പ്രതിനിധികളാണ്. സ്വാഭാവികമായി പ്രവർത്തനം നിലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. PG ഡോക്ടേഴ്സിനെയും മറ്റ് സീനിയർ റെസിഡൻസിനെയും വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യുന്ന കാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്. ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ആളുകൾ ആശുപത്രിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ആ കാഴ്ചയാണ് ഈ കാണുന്നത്. പ്രധാനപ്പെട്ട ഡോക്ടർമാരെല്ലാം പണിമുടക്കുമ്പോൾ PG ഡോക്ടേഴ്സിന്റെ സഹകരണത്തോടെയാണ് ഇപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളാണ് അലക്സ് റാം മുഹമ്മദ് നൽകിയത്. ഇനി കോഴിക്കോടേക്ക് പോകുന്നു. അജി കുഞ്ഞുമോൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അജി, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? ഇപ്പോഴും തിരക്കുണ്ടോ? നേരത്തെ സെക്യൂരിറ്റി തടഞ്ഞായിരുന്നു. ഇപ്പോഴും പ്രശ്നമുണ്ടോ അജി? പ്രവിത, ഹഷ്മി,
ഇപ്പം അത്തരത്തിലൊരു പ്രശ്നമില്ല ഹാഷ്മി. അതായത് ഈ മാധ്യമപ്രവർത്തകർ ധാരാളം മെഡിക്കൽ കോളേജിലെ ഈ ഡോക്ടേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് എത്താറുണ്ട്. അപ്പോൾ സെക്യൂരിറ്റിമാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു നിർദ്ദേശം മാധ്യമപ്രവർത്തകരെ തടയണം എന്നുള്ളതാണ്. കാരണം ആശുപത്രികളിൽ അത്തരത്തിലൊരു പ്രശ്നവുമില്ല എന്ന തലത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ കിട്ടിയത്. മാധ്യമപ്രവർത്തകർ വരുവാണെങ്കിൽ ദൃശ്യങ്ങൾ എടുക്കാൻ പാടില്ല, അവരെ തടയുക എന്നൊരു നിർദ്ദേശമാണ് അവർക്ക് കൊടുത്തത്. അതാണ് രാവിലെ OPയിൽ നമ്മളെ തടഞ്ഞത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡോക്ടർമാരുടെ സമരപന്തലിലാണ്. ഡോക്ടർമാർ തന്നെ നമുക്കൊപ്പമുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ സമരത്തിലാണ്. ഇന്ന് മുതൽ സമ്പൂർണ്ണമായി OP ബഹിഷ്കരിക്കാനാണ് തീരുമാനം. നിലവിൽ PG ഡോക്ടർമാരെ ആണ് ഇപ്പോൾ ഡ്യൂട്ടിക്കുള്ളത്. ഞാൻ ഡോക്ടർമാരോട് തന്നെ ചോദിക്കാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിൽ തന്നെയാണ് നിങ്ങളുള്ളത്. സർക്കാർ രോഗികൾ ഇത്രയേറെ ബുദ്ധിമുട്ടിയിട്ടും അനുഭാവപൂർവമായ ഒരു നിലപാട് എടുത്തിട്ടില്ല. ഈ ഘട്ടത്തിൽ ഡോക്ടേഴ്സായ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടല്ല, നമ്മൾ തുടർച്ചയായിട്ട് സമരം തുടങ്ങിയിട്ട് കഴിഞ്ഞ ഡോക്ടേഴ്സ് ഡേന് തുടങ്ങിയ സമരമാണ്. ജൂലൈ 1 തുടങ്ങിയ ഒരു സമരമാണ്. പക്ഷേ ജൂലൈ 1 തൊട്ട് നമ്മൾ ഒരു കണ്ടിന്യൂസ് ഒരു സ്ട്രൈക്കിലേക്കാണ് നമ്മൾ പോയത്. പക്ഷേ ഈ സമരം തുടങ്ങിയിട്ട് 5-6 വർഷമായി. 5-6 വർഷത്തിനിടെ ഇതുവരെ നമ്മളെ ഒരു ചർച്ചയ്ക്കോ ഇല്ലെങ്കിൽ ഒരു കോൺവെർസേഷനോ വിളിച്ചിട്ടില്ലായിരുന്നു. ഈ അടുത്താണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്തതും പല തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻട്രി നമ്മുടെ ഒരു 5-6 ആവശ്യങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട്, മുന്നേ സർക്കാരിൻ്റെ മുന്നേ വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ എൻട്രി കാഡറിൽ മാത്രം ഒരു ആശ്വാസം തന്നിട്ടുണ്ട്. പക്ഷെ അത് മാത്രം പോരാ. നമ്മുടെ ബാക്കി ആവശ്യങ്ങളും അംഗീകരിക്കാതെ നമ്മൾ ഇനി പിന്നോട്ടില്ല. ഈ തിങ്കളാഴ്ച തൊട്ടാണ് നമ്മൾ OP ബഹിഷ്കരണം പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോട്ട് എലക്റ്റീവ് സർജറീസും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. എമർജൻസി സർവീസസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്, വാർഡ് സർവീസസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്നും പിൻവലിച്ചിട്ടില്ല. ബാക്കിയെല്ലാം സർവീസും അക്കാഡമിക് ബോയ്ക്കോട്ടും നമ്മൾ പൂർണ്ണമായിട്ട് നടത്തിക്കൊണ്ട് വരികയാണ്. കോഴിക്കോട് അജി കുഞ്ഞുമോനും അലക്സ് മുഹമ്മദും ഒക്കെയാണ് വിവരങ്ങൾ നൽകുന്നത്. ഈ പറയുന്ന ഡോക്ടർമാർ സമരം നടന്നത് ശരിയല്ല എന്ന് ഉറപ്പായി നമുക്ക് പറയുമ്പോൾ തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ എന്താണ്? ഈ പറഞ്ഞ അമിത ജോലിഭാരമാണ്, ഡോക്ടർ തസ്തികയിൽ ഡോക്ടർമാരെ നിയമിക്കണം, ശമ്പള വർധനവല്ല, ശമ്പള കുടിശ്ശിക തരണം, തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. അക്കാര്യത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ച സമരം അവസാനിപ്പിക്കുന്ന കാര്യം സമരം ചെയ്യാതെ ബാധിക്കുക പാവങ്ങളെയാണ്, രോഗികളെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.